بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 91 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സതജിദൂന ആഖരീന യുരീദൂന അൻ യഅ്മനൂകും വയഅ്മനൂ ഖൗമഹും كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم واقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا وما كان لمؤمن أن يقتل مؤمنا إلا خطأ ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة ودية مسلمة إلى أهله إلا أن يصدقوا فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة فمن لم يجد فصيام شهرين متتابعين توبة من الله وكان الله عليما حكيما ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസികളോടുള്ള നിലപാടുകളെക്കുറിച്ചും വിശ്വാസികൾ അവരോട് പുലർത്തേണ്ട സമീപനങ്ങൾ ഏത് രീതിയിലൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പഠിച്ചത്. ഇനി അവരിൽ തന്നെ പെട്ട മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് 91 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ കപടവിശ്വാസികളുടെ സ്വഭാവം ഒരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്തവരായിരിക്കും. തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി പക്ഷം ചേരുകയും അതേപോലെ തന്നെ നിലപാടുകൾ മാറ്റുകയും ചെയ്യുന്നവരാണ് കപടവിശ്വാസികളെന്നാണ്. യഥാർത്ഥ വിശ്വാസികൾ എന്ത് ചെയ്യും? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും സന്മാർഗത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സതജിദൂന ആഖരീന. ഇനി
നിങ്ങൾക്ക് കാണാൻ കഴിയും, മറ്റൊരു വിഭാഗം ആളുകളെ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. സതജിദൂന, ഇനി നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾക്ക് കാണാറാകും, ആഖരീന, വേറെ ഒരു വിഭാഗം ആളുകളെ. അവരെന്താണ്? യുരീദൂന, അവരുദ്ദേശിക്കുന്നു, അയ്യമനൂക്കും വയമനൂ ഖൗമഹും, അവർ നിങ്ങൾക്കിടയിൽ സുരക്ഷിതരായി കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ സ്വന്തം ജനതയിലും സുരക്ഷിതരായി കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും അവർക്കെന്ത് വേണം? സുരക്ഷിതത്വം വേണം, നിർഭയത്വം വേണം. ഇനി നിങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളിലേക്ക് പോയാൽ അവിടെയും അവർക്ക് രക്ഷമാണ്. അപ്പോൾ അവരുടെ നിലപാടുകൾ അനുസരിച്ച് ആ സന്ദർഭത്തിൽ അവർ ജീവിക്കും. നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നിലപാടുകൾ അനുസരിച്ച് അവർ ജീവിക്കും. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ ഈ നിലപാടെടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കുല്ലമാ റുദ്ദു ഇലൽ ഫിത്നത്തി ഉർക്കിസു ഫീഹാന, ഫിത്നയിലേക്ക്, കുഴപ്പത്തിലേക്ക് അവർ വിളിക്കപ്പെടുമ്പോൾ, അതിനുള്ള അവസരവും സാഹചര്യവും അവർക്ക് കിട്ടുമ്പോഴെല്ലാം എന്തു ചെയ്യും? അവർ അതിൽ തലകുത്തി വീഴും. അർക്കസയുർക്കിസു, കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ ആ പദത്തിൻ്റെ ആശയം വിശദമായി മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഫിത്ന ഉണ്ടാക്കാൻ സൗകര്യവും സാഹചര്യവും കിട്ടുമ്പോഴൊക്കെ അതിലവർ മുഴുകുകയും ചെയ്യും. അത് നിങ്ങൾക്കെതിരിലായിരിക്കും കുഴപ്പമുണ്ടാക്കുക. അവരുടെ സമൂഹത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ അവർക്ക് നിർഭയത്വം വേണ്ടേ, സുരക്ഷിതത്വം വേണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അനുകൂലമായി ഉള്ള പണിയെടുക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രതികൂലമായി വരും, നിങ്ങൾക്കെതിരായി വരും. നിങ്ങളെടുത്ത് വരുമ്പോഴോ നിങ്ങളുടെ ആളുകളായി ചമയും. അപ്പോൾ അത് അവർക്ക് എതിരായി വരും. അതാ കുല്ലമാ റുദ്ദു ഇലൽ ഫിത്നത്തി ഉർക്കിസു ഫീഹ. ഫിത്ന എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ കുല്ലമാ ദുഉ ഇല ശിർക്കി ഉർക്കിസു ഫീഹിന, ഇനി ശിർക്ക് പരമായ കാര്യങ്ങളിലേക്ക് വരെ അവർ ക്ഷണിക്കപ്പെടുമ്പോഴും അതിൽ അവർ പ്രേരിപ്പിക്കപ്പെടുമ്പോഴും അവർ ശിർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ നിലപാടിനെതിരായി വിശ്വാസപരമായി വരെ അവർ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം ഭൗതികമാണ്, ദുന്യവിയാണ്, സ്വാർത്ഥമായ ക്ഷണികമായ താല്പര്യങ്ങളാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ഒരു വിഭാഗവും കപടവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. അതാണ് അള്ളാഹു അവരെ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അവർ ശരിക്ക് റിയാഇന് വേണ്ടി, പരലോകത്തെ പ്രീതിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ അരികിലുള്ള രക്ഷയ്ക്ക് വേണ്ടിയല്ല, ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭക്ത്യാദരപൂർവം ആരാധനാ നിമഗ്നരായി കഴിയാൻ വരെ അവർ മടി കാണിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിസ്കാരത്തിന് പള്ളിയിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് സതജിദൂന ആഖരീന യുരീദൂന അൻ യഅ്മനൂകും വയഅ്മനൂ ഖൗമഹും. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഏത് കാലത്തും ഉണ്ടാകും കേട്ടോ. ഇതാണെന്ത്? കപടവിശ്വാസത്തിൻ്റെ അടയാളങ്ങളായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണമെന്നർത്ഥം. കുല്ലമാ റുദ്ദു ഇലൽ ഫിത്നതി ഉർകിസു ഫീഹാ, കുഴപ്പത്തിലേക്ക് അവർ തിരിച്ചുവിടപ്പെടുമ്പോൾ അവർ അതിൽ തലകുത്തി വീഴുന്നത് കാണാൻ കഴിയും. തലകുത്തി വീഴുക എന്ന് പറഞ്ഞാൽ അത്രമേൽ അവർ അതിൽ മുഴുകും എന്നർത്ഥം. ആ കാര്യങ്ങൾ അവർ സജീവമായി ഏറ്റെടുത്തുകൊണ്ട് നടത്തും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളോട് നിങ്ങൾ എന്ത് നിലപാടെടുക്കണമെന്നാണ് എന്നതാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഫഇൻ ലം യഅ്തസിലൂകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കുന്നില്ല എങ്കിൽ, ഇത്തരം ആളുകൾ, ഇവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. അവിടെ വിശ്വാസികളുടെ
ഒരു വിഭാഗത്തിൻ്റെ സ്വഭാവങ്ങൾ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നു. എന്നിട്ട് 3 കാര്യങ്ങളാണ് അല്ലാഹു അവരുമായി നിങ്ങൾ എന്ത് നിലപാടെടുക്കണം എന്നതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒന്നാമത്തേതെന്താണ്? ഫഇല്ലം യഅ്തസിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ, ലം യഅ്തസിലൂക്കും എന്നാണ് കേട്ടോ. ഇതിനു മുമ്പ് പറഞ്ഞ് ഫഇൻ യഅ്തസലൂക്കും ഫലം യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാതെ അവർ വിട്ടൊഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം ചെയ്യാൻ പാടില്ല. ഇവരെന്ത് ചെയ്യാണ്? ഫഇല്ലം യഅ്തസിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ. ഒന്നത്. രണ്ടാമത്തേത് വയുൽഖൂ ഇലൈക്കുമുസ്സലമ, നിങ്ങളുടെ മുമ്പാകെ അവർ സമാധാന നിർദ്ദേശം വെക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ. അൽഖാ ഇലൈഹിസ്സലം എന്ന് പറഞ്ഞാൽ സമാധാനം, സന്ധി, അതെ, കോംപ്രമൈസിന് വരിക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് പോകാമെന്ന നിലയ്ക്ക് സമാധാനത്തിന് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ട. അവർ സമാധാന സന്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വരുന്നില്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം അതാണ് നിബന്ധന. അതേപോലെ തന്നെ മൂന്നാമത്തേത് വയക്കുഫു ഐദിയഹും, അവരുടെ കൈകൾ അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാതെ അടക്കി വെക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ. കഫ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കി വെച്ചു. അതാ വയക്കുഫു ഐദിയഹും എന്ന് പറഞ്ഞാൽ ഫഇല്ലം യഅ്തസിലൂക്കും ഫഇല്ലം യുൽഖൂ ഇലൈക്കുമുസ്സലമ ഫഇല്ലം യകുഫു ഐദിയഹും. ഫഇല്ലം എന്നുള്ളത് ഈ 3 കാര്യങ്ങൾക്കും ബാധകമായതാണ് കേട്ടോ. അതാദ്യം പറഞ്ഞല്ലോ, ഫഇല്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, അതാണ്. അപ്പോൾ ഫഇല്ലം യഅ്തസിലൂക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഫഇല്ലം യുൽഖൂ ഇലൈക്കുമുസ്സലമ ഫഇല്ലം യകുഫു ഐദിയഹും, അങ്ങനെ ഈ 3 കാര്യവും അവർ ചെയ്തിട്ടില്ല എങ്കിലാണ് നടപടി. ഈ നടപടി വിശദീകരിച്ചുകൊണ്ടാണ് ഇസ്ലാം ആളുകളെ കാണുന്നിടത്തൊക്കെ കൊല്ലണം എന്ന് പറയുന്ന മതമാണെന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ ദുർവ്യാഖ്യാനം. അപ്പോൾ ഈ 3 കാര്യങ്ങളും അവർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഫഖുദൂഹും, നിങ്ങൾ അവരെ പിടികൂടുക തന്നെ വേണം. കാരണം ഇങ്ങനെയുള്ളൊരു ടീം സമൂഹത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം, സമാധാനം, നേരായ അവരുടെ ജീവിതം, അതിന് വളരെയധികം അത് ദോഷകരമായി ഭവിക്കും. അപ്പോൾ ഒരു സമൂഹം എപ്പോഴും സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി സുരക്ഷിതരായി നിലകൊള്ളുകയും ജീവിക്കുകയും വേണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സുരക്ഷിതത്വവും സമാധാനവും ഇസ്ലാം നൽകുന്നത്. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്ത് വേണം? സുരക്ഷിതത്വം വേണം, സമാധാനം വേണം, അവർക്ക് ശാന്തി വേണം. അപ്പോൾ അത് അപകടപ്പെടുത്തുന്ന ഏത് നിലപാടുകൾക്കെതിരെയും ഇസ്ലാമിന് ചില നിയമങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു നിയമമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്തരക്കാരായ ആളുകളെ വിശ്വസിക്കാൻ പറ്റൂല. മാത്രമല്ല അവർ സമൂഹത്തിൻ്റെ സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവും തകർക്കുന്ന ആളുകളാണ്. ഫഖുദൂഹും, അവരെ നിങ്ങൾ പിടികൂടണം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. സഖിഫ എന്ന് പറഞ്ഞാൽ വജദ. ഹൈസു സഖിഫ്തുമൂഹും ഹൈസു വജത്തുമൂഹും. വജത്തുമൂഹും എന്നുള്ള പ്രയോഗം തന്നെ മറ്റിടങ്ങളിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ പിടികൂടി അവരെ നിങ്ങൾ വധിച്ചു കളയുകയും ചെയ്യണമെന്നാണ്. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്ന് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വൈലുൽ മുസല്ലീൻ എന്ന് പറയുന്നവരെ പോലെ ആയിരിക്കും. അല്ലേ, ഖുർആനിലുണ്ട് വൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം എന്ന് ഖുർആനിലുണ്ട് എന്ന് പറയുന്ന മാതിരിയാണിത്. ഖുർആനിലുണ്ട് വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്നാ. വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നുള്ള ആയത്ത് സൂക്തം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്ന പോലെയാകും അത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ആശയങ്ങളെ
അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ തന്നെയെങ്കിലും മുഴുവൻ ആശയങ്ങളെയും അർത്ഥവും മനസ്സിലാക്കിയിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത് ദുർവ്യാഖ്യാനം എന്നാണ് അർത്ഥം. ഇനി പറയുന്നത് നോക്കൂ, വഉലൈകും ജഅൽനാ ലക്കും അലൈഹിം സുൽത്താനം മുബീന. വഉലൈകും അത്തരക്കാരായ ആളുകളെ നിങ്ങൾക്ക് ജഅൽനാ ലക്കും അലൈഹിം അവർക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുക്കാൻ എന്ത് നൽകിയിട്ടുണ്ട്? സുൽത്താനം മുബീന, വ്യക്തമായ ന്യായം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവിടെ സുൽത്താൻ എന്നതിൻ്റെ അർത്ഥം ഹുജ്ജത്ത് എന്നാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം എന്നർത്ഥമുണ്ട് അല്ലേ? സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നൊക്കെ പറയുന്നത്, സുൽത്താൻ്റെ ഗമയിൽ വരുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ ഒരു അധികാരി എന്നുള്ള നിലക്കാണ്. ഇവിടെ ന്യായം, ഹുജ്ജത്ത്. അപ്പോൾ ഇവർക്ക് എതിരിൽ നടപടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ന്യായം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ട് ഇതിനൊന്നും അവർ സന്നദ്ധരായിട്ടില്ലെങ്കിലാണ് എന്ത് വേണ്ടത്? നിങ്ങൾ അവരെ പിടികൂടി വധിച്ചു കളയേണ്ടത്. കാരണം ഇസ്ലാം അല്ലാത്ത ആളുകളോട് യുദ്ധം ചെയ്യാനോ അവരെ വധിച്ചു കളയാനോ ഒരിക്കലും പറയുന്നില്ല. സൂറ ബക്കറയിൽ നമ്മൾ പഠിച്ചു, 190-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. യുദ്ധത്തിനെ പറ്റി പറയുന്നപ്പോൾ വഖാതിലു ഫീ സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനകും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? എല്ലാ മനുഷ്യന്മാരോടും യുദ്ധം ചെയ്യുക, കാണുന്നവരൊക്കെ വെട്ടിക്കൊല്ലുക, അതല്ല ഇസ്ലാം. അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ടും യുദ്ധം ചെയ്യുക. നമ്മളോട് യുദ്ധത്തിന് വരുമ്പോൾ നമ്മളിങ്ങനെ എന്താ വെട്ടിക്കോളി പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അല്ല. അതാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്യുക. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. എന്നാൽ ആ സന്ദർഭത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? വലാ തഅ്തദൂ, യുദ്ധക്കളത്തിൽ വെച്ചാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ഒരാൾ ആയുധം വെച്ചിട്ട് കീഴടങ്ങി ഇങ്ങനെ വരികയാണെങ്കിൽ നീ ശത്രുവാണെന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. കീഴടങ്ങി നിരായുധനായി ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ അയാൾ ഒന്നും ചെയ്യാൻ പാടില്ല. മാത്രമല്ല, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ ശത്രു രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രായം ചെന്ന വയോവൃദ്ധരായ ആളുകളെ, സ്ത്രീകളെ, കുട്ടികളെ, ആരാധനാലയങ്ങളിൽ ധ്യാനനിമഗ്നരായി കഴിഞ്ഞുകൂടുന്ന ആളുകളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കാൻ പാടില്ല. സാധാരണക്കാരായ ആളുകളെ, നിരായുധരായ ആളുകളെ ഒരിക്കലും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, കൊലപ്പെടുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ഒരിക്കലും വിളവുകൾ നശിപ്പിക്കാൻ പാടില്ല. ഫലം കായ്ക്കുന്ന മരങ്ങൾ ആവശ്യമില്ലാതെ മുറിച്ചു കളയാൻ പാടില്ല. ഇതൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള വ്യക്തമായ നിർദ്ദേശമാണ്. വലാ തഅ്തദൂ, ഈ കാര്യത്തിലും അത് ശത്രുക്കളുടേതല്ലേ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല. കാരണം അതുകൊണ്ടൊരു ദോഷമില്ലല്ലോ. നമുക്കിങ്ങോട്ട് ഉപദ്രവമോ ദോഷമോ ചെയ്യാത്ത ഒന്നിനെയും അങ്ങോട്ട് നമ്മൾ പരിക്കേൽപ്പിക്കാനോ ഉപദ്രവം ഏൽപ്പിക്കാനോ പാടില്ല. അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ. വീടുകളൊക്കെ തകർത്താണ് ജൂതന്മാർ ഖൈബർ കോട്ടയിൽ നിന്ന് കുടിയൊഴിച്ചു പോയത്. സൂറ ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം അവരുടെ മനോഗതി എന്തായിരുന്നു? ഇത് ഞങ്ങൾ നശിപ്പിക്കാതെ പോവുകയാണെങ്കിൽ ഇത് ആർക്ക് കിട്ടും? മുസ്ലിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവർക്കത് ഉപകരിക്കരുത് എന്ന് കരുതി ഈത്തപ്പനകളൊക്കെ എന്ത് ചെയ്തു? അവർ വെട്ടിനിരത്തി, വീടുകളൊക്കെ കത്തിച്ച് നശിപ്പിച്ചു. ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളെയും കേടുവരുത്തിയിട്ട് അതൊരു വല്ലാത്തൊരു മനസ്സാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ മനസ്സ് നേരെ എതിരിൽ. അതാണ് പറഞ്ഞത്, നിങ്ങൾ ശത്രുരാജ്യത്തിൽ തന്നെ ചെന്നാലും അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇഅ്തിദാ, അതിക്രമം, പരിധി വിട്ട പ്രവർത്തനം നിങ്ങളുടെ അരികിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് യുദ്ധത്തിലല്ല, സമാധാനപൂർവ്വം നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമുക്ക് ദേഷ്യമോ എതിർപ്പോ ഉള്ള ഒരാളോട് നമ്മൾ ഇത്തരത്തിൽ തന്നെ പെരുമാറാൻ പാടില്ല.
നമുക്ക് വിദ്വേഷമുണ്ട് എന്ന് വിചാരിക്കാം. നമ്മളോട് ഇങ്ങോട്ട് ശത്രുത വെച്ച് പുലർത്തുകയോ നമ്മളോട് ഇങ്ങോട്ട് വിദ്വേഷം വെച്ച് പുലർത്തുകയോ നമ്മളെ ഇങ്ങോട്ടൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളോട് പോലും അങ്ങോട്ട് പെരുമാറേണ്ട മാന്യമായ രീതി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിന് അർഹമായ പ്രതിഫലം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകുകയും ചെയ്യും എന്ന് പറയുന്നത്. അതാണ് വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂക്കും വലാ തഅതദു എന്ന ആയത്തുകളിലൂടെ ഈ കാര്യം നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ കഴിയും. ആയത്തൊന്ന് ഓതി നോക്കൂ. 91-ാമത്തെ ആയത്ത്. സതജിദൂന ആഖരീന യുരീദൂന അൻ യഅ്മനൂകും വയഅ്മനൂ ഖൗമഹും കുല്ലമാ റുദ്ദൂ ഇലൽ ഫിത്നതി ഉർകിസൂ ഫീഹാ فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم واقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا. അപ്പോൾ അവർക്കെതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിലപാടെടുക്കാൻ വ്യക്തമായ ന്യായം നൽകിയിട്ടുണ്ട്. അന്യായമായിട്ടല്ല ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നിലപാടാണ് ഇത്തരം കപടവിശ്വാസികളോടും അതുപോലെ തന്നെ അതിക്രമകാരികളോടും നിങ്ങൾ എടുക്കേണ്ടത് എന്ന്. ഇനി وما كان لمؤمن أن يقتل مؤمنا إلا خطأ وما كان لمؤمن ഒരു വിശ്വാസിക്കും തന്നെ യോജിച്ചതല്ല, പാടില്ലാത്തതാകുന്നു അൻ യഖ്തുല മുഅ്മിനൻ മറ്റൊരു വിശ്വാസിയെ വധിച്ചു കളയുക എന്നുള്ളത്. അപ്പോൾ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ വധിച്ചു കളയാൻ പാടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഖത്ആ, അത് അബദ്ധത്തിൽ വന്നു പോകുന്നതായാലല്ലാതെ. ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധം, പിഴവ്. പിഴച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ മനുഷ്യന്മാർ മരിച്ചു പോകും. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ രണ്ടാളുകൾ ഇങ്ങനെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടപ്പോൾ അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതാണ്. ഒരടി കൊടുത്തിട്ടുള്ളൂ, അയാൾ എന്ത് ചെയ്തു? അതോടുകൂടി തന്നെ അയാൾ മരിച്ചുപോയി. അത് ഖത്ത് ആണ് ശരിക്കും. അപ്പം വധിക്കണം എന്ന് കരുതി ചെയ്തതല്ല, എന്ത് ചെയ്തു? അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ പല സംഭവങ്ങളുണ്ടാകും. ഇപ്പോൾ ചിലപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നായാട്ട് അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നായാടാൻ പോകണ്ടായിരുന്നു കേട്ടോ, ഹണ്ടിങ്ങിന് അനുവദനീയമായ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കാടുകളിൽ പോയി അവർ എന്ത് ചെയ്തിരുന്നു? വേട്ടയാടാറുണ്ടായിരുന്നു. അത് നാട്ടിലുമൊക്കെ തന്നെ ഇങ്ങനെ കിട്ടുന്ന ജീവികളൊക്കെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേട്ടയാടുന്നതിനെക്കുറിച്ചുള്ള നിയമം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. ഖുർആനിലും അത് വന്നിട്ടുണ്ട്. വേട്ടയാടാൻ നമുക്ക് നായയെ വളർത്താം, അത് അനുവദിച്ചു തന്നിട്ടുണ്ട്. കാവലിന് വേണ്ടി നായയെ വളർത്താം. കൃഷിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാം? നായയെ വളർത്താം. ഖുർആൻ തന്നെ പറഞ്ഞത്. ഖുർആനിൽ തന്നെ, ഹദീസിലൊന്നുമില്ല, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള നായയെ വേട്ടയാടാൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നായ പിടിച്ചു കൊണ്ടുവരുന്ന ഇര നായ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആരെ വിടേണ്ടത്? ഈ നായയെ വിടേണ്ടത്, വെട്ടനായയെ. അപ്പോൾ നായ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ സംഗതി അടുപ്പിക്കാൻ പറ്റാത്ത ജീവിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആ ഭാഗമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ്. കർഷക ഏരിയകളിലും അതേപോലുള്ള ഏരിയകളിലൊക്കെ നായ വളർത്തുന്നതുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ആ ഭാഗത്ത്, ഇപ്പോൾ കിഴക്കൻ ഏറനാടിൻ്റെ ആ ഭാഗത്തൊക്കെ പല വീടുകളിലും എന്ത് ചെയ്യേണ്ടി വരും? നായയെ വളർത്തേണ്ടി വരും. വീടുകളിൽ നിന്ന് കാവലാക്കി നിർത്തേണ്ടി വരും.
കാരണം വന്യജീവികളൊക്കെ നാട്ടിലേക്കിറങ്ങി വീട്ടിലേക്കിറങ്ങി ശല്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ കരുവാരകുണ്ട ആ ഭാഗത്തൊക്കെ കടുവൻ്റെ ശല്യമാണ്. സാധാരണക്കാരായ ആളുകളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ ടാപ്പിംഗ് തൊഴിലാളികളായി ജീവിക്കുന്ന ആൾക്കാർ പേടിച്ചിട്ട് തൊഴിലിന് പോകാൻ കഴിയണില്ല. ഫോറസ്റ്റർ അധികൃതർ കടുവയെ പിടിക്കാൻ വേണ്ടി അവിടെ കെണി വെച്ചിട്ട് അതിൽ പിന്നെ കുടുങ്ങിയത് പുള്ളിപ്പുലിയാണ്. വനക്കാട്ടിലും പേടിയാണ്. ഇപ്പോൾ കടുവ മാത്രമല്ല, കടുവനെ കണ്ട് എന്ന് പറഞ്ഞ് കടുവയെ പിടിക്കാൻ അതിനെ കെണി ഒരുക്കി വെച്ചാൽ കുടുങ്ങിയത് ആരാണ്? പുള്ളിപ്പുലി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. നായനെ വളർത്തിയിട്ടൊന്നും കാര്യമില്ല. അല്ലാത്ത ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വളർത്തുന്നത്, നായയെ വളർത്തുന്നു. പന്നി ശല്യത്തിലൊക്കെ നേരിടാൻ നായ ഉണ്ടായാൽ മതി. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഖത്ത് ആയിട്ട് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. അങ്ങനെയായാലല്ലാതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിർവാഹമില്ലല്ലോ, നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് 3 കാര്യങ്ങൾ അനുവദിച്ചു തന്നത്. അനുവദിച്ചു എന്നാൽ പഠിച്ചോൻ ഈ ഉമ്മത്തിന് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു ആനുകൂല്യം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഅല്ലാഹു അൻ ഹാദിഹിൽ ഉമ്മ സലാസ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് 3 കാര്യങ്ങളെ അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു, നിയമവിധേയമാക്കാതെ. ഒന്നാമത്തേത് എന്താണ്? അൽ ഖത്ത്. ഇതേപോലെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ജീവിതത്തിൽ മനുഷ്യന് അബദ്ധം സംഭവിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തില്ല? നടപടിയില്ല. രണ്ടാമത്തേത് വന്നിസിയാൻ, മറവി. ഒരാൾ മറന്നു പോയി എന്ന് വിചാരിക്കുക, അതിനെതിരെ നടപടിയുണ്ടോ? ഇല്ല. അപ്പോൾ നിസ്കാരത്തിലൊക്കെ തന്നെ മറവി സംഭവിക്കുകയാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. വേറെല്ല കാര്യത്തിലും മറവി സംഭവിക്കുകയാണെങ്കിൽ എന്തുണ്ട്? പരിഹാരമുണ്ട്. അപ്പോൾ മറന്നു പറ്റി. അതുകൊണ്ടാണ് റസൂൽ വരെ മറക്കുന്നുണ്ട്. പ്രവാചകൻ മറന്നുണ്ട് നമസ്കാരത്തിൽ. ഒരിക്കൽ റസൂലുള്ള 4 റക്അത്തുള്ള ഒരു നമസ്കാരം 2 റക്അത്തായിട്ട് നമസ്കരിച്ച് സലാം വീട്ടി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തൊട്ട് ബാക്കിലുണ്ട് പ്രമുഖരായ സഹാബിമാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പ്രമുഖരൊക്കെ മുന്നിലുണ്ട്, സീനിയേഴ്സൊക്കെ. അവരൊന്നും പറയണില്ല. നബി എന്തെങ്കിലും പറയായിരിക്കും. 4 റക്അത്തിൽ എത്ര നിസ്കരിച്ച്? 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഇങ്ങനെ ഇരിക്കുക നബി. അപ്പോൾ ബാക്കിൽ നിന്ന് ദുൽ യദൈൻ എന്ന് വിളിക്കപ്പെടുന്നൊരു സഹാബി നബിയോട് ചോദിച്ചു, അഖുസിറത്തി സ്വലാ അം നസീത യാ റസൂലല്ലാഹ്. നബിയെ, നിസ്കാരം ചുരുക്കിയിട്ടുണ്ടോ, അതല്ല നിങ്ങൾ മറന്നതാണോ? മറ്റവർക്കൊന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും നബി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ. അയാൾക്ക് അതിനൊന്നും ഒഴിവില്ലായിരുന്നു. ചിലപ്പോൾ പോണ്ടേണ്ടാവും. സംഗതി തീരുമാനമായിട്ട് വേണം പോകാമെന്നുള്ള നിലക്ക് ബാക്കിൽ നിൽക്കുകയാണ്. അപ്പം നബി പറഞ്ഞു, മാ ഖുസിറത്തി സ്വലാ വമാ നസീതു. നിസ്കാരം ചുരുക്കിയിട്ടൊന്നുമില്ല, ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിടപെട്ടു. നബി എത്ര നിസ്കരിച്ചിട്ടുള്ളൂ? 2 റക്അത്ത്. 4 അപ്പം മറന്നിട്ടുണ്ട്. നബി 2 റക്അത്ത് കൂടിയാണ് പിന്നെ നിസ്കരിച്ച്. അതിൻ്റെ ഇടയിൽ ഈ സംഗതിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ, ഈ ടോക്കൊക്കെ നടന്നിട്ടുണ്ട്. 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. മറവിക്ക് വേണ്ടിയുള്ള 2 സുജൂദും ചെയ്തു എന്നാണ് അത് പഠിപ്പിച്ചത്. എന്നിട്ട് നബി എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം പറഞ്ഞു, ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഞാനും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലേ. അൻസ കമാ തൻസൗൻ. നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കൂലേ. നബി മറക്കൂല എന്ന് കരുതി നിൽക്കുകയാണ് ചിലവർ. അൻസ കമാ തൻസൗൻ ഫൈദാ നസീതു ഫദക്കിറൂനി. ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ നിസ്കാരത്തിൽ മറന്നാൽ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത് എന്നുകൂടി റസൂൽ അപ്പോൾ പഠിപ്പിച്ചു. പുരുഷന്മാരെങ്ങനെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇമാമിന് എന്താ ഓർമ്മ ഉണ്ടാകണം, എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ട്, എന്താ മിസ്സായത് എന്നുള്ളത് ഓർമ്മ ഉണ്ടാകണം. ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. സ്ത്രീകളാണ് ഇമാം നിൽക്കുന്നതെങ്കിൽ സ്ത്രീകളെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്? അവർ എങ്ങനെ? നിങ്ങൾ പറയും, നിങ്ങളിപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? കൈ അടിച്ചുകൊണ്ട് കേട്ടോ. സാധാരണ ഈ അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പ്രത്യേക അടിയാണ്. അപ്പോൾ എന്ത് മനസ്സിലായി?
എന്തോ ഇനി പുരുഷന്മാരെ തന്നെ സ്ത്രീകൾക്കും എന്ത് ചെയ്യാം? പുരുഷന്മാരൊന്നും സുബ്ഹാനല്ലാഹ് പറയൊക്കെയാണെങ്കിൽ ബാക്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഓർമ്മപ്പെടുത്താം? അങ്ങനെ. അപ്പോൾ ഇമാമിനത് അറിയണം, അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ നിസിയാൻ എന്നുള്ളത് അങ്ങനെ മറന്നു പോയാൽ ആ നിസ്കാരത്തിന് പരിക്കൊന്നുമില്ല കേട്ടോ. ഇതോടുകൂടി എന്തായി? ചിലവർ ഈ സുജൂദ് ചെയ്യാനും മറക്കും. മറവിൻ്റെ 2 സുജൂദില്ലേ, 2 റക്അത്ത് നിസ്കരിച്ച് ഇന്ന് മറവിൻ്റെ സുജൂദും മറന്നെന്ന് വിചാരിക്കുക. എന്നാലിപ്പോൾ നിസ്കാരത്തിന് വല്ല പരിക്കുണ്ടോ? ഇല്ല, ആ സുന്നത്തില്ല എന്നുള്ളൂ. എന്നാലും അയാളെ നിസ്കാരം എന്താണ്? അത് സ്വീകാര്യയോഗ്യമാണ്, കബൂലാണ്. ഈ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കാര്യമായിട്ട് അതിൽ കിട്ടുന്നത് എന്താണ്? അതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ നിസ്കാരത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം പെരുന്നാൾ നിസ്കാരത്തിന് ഉള്ളതെന്താണ്? ആദ്യത്തേതിൽ 7 തക്ബീറാത്തുകളും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറാത്തുകൾ. ചില ഇമാമാർ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ, പിന്നെ മറന്നു പോകും, ഫാത്തിഹ ഓതും കേട്ടോ. അപ്പം അതിന് സുബ്ഹാനല്ലാഹ് ഒന്നും പറയണ്ട, ഇതാണ് കേട്ടോ. മറന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പെരുന്നാൾ നിസ്കാരം പെരിക്കൊല്ലത്തെ പെരുന്നാൾ കൊല്ലത്തിൽ 2 ഉള്ളൂ. എന്നിട്ട് പിന്നെ 2 ദിവസം അതായിരിക്കും വർത്താനം ഈ ഇമാമിനെതിരിൽ. അപ്പോൾ വെറുതെ അതും പറഞ്ഞു കണ്ട് ആകെ അമലുകളൊന്നും ബാത്തിലാക്കാൻ നിൽക്കണ്ട. നിസിയാൻ പടച്ചോൻ തന്നെ എന്ത് ചെയ്താണ്? നമുക്ക് മാപ്പാക്കി തന്ന കാര്യമാണ്. അൽ ഇൻസാനു യൻസ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നവനാണ്. മറവില്ലാത്ത ആരെങ്കിലും ഉണ്ട്? അത് ചിലർക്ക് അതിൻ്റെ മൂർച്ചുള്ള ഓർമ്മയുണ്ട് എനിക്ക് എന്ന് പറയും. അവനും എന്ത് ചെയ്യും? മറവി സംഭവിക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഖത്ഉ, ഒന്ന് അബദ്ധം, മനുഷ്യന് പറ്റുന്ന പിഴവ്. രണ്ടാമത്തേത് വൻ നിസ്യാൻ. മൂന്നാമത്തേത് വൽ അംറു യുക്റഹൂന അലൈഹി, ഏതെങ്കിലും ഒരു കാര്യം ഒരാളെ നിർബന്ധിപ്പിക്കുക, വേറൊരു രക്ഷയില്ല, അയാളത് ചെയ്യുന്നേ വേണ്ടി വരും. നീ ഇത് ചെയ്യണം. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ഒരു വിശ്വാസി. അള്ളാഹു അല്ലാത്ത ആരുടെയും മുമ്പിൽ തലകുനിക്കുകയില്ല. നമ്മൾ സുജൂദ് ചെയ്യോ? ഇല്ല. ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ നിൻ്റെ തലപ്പം ഞാൻ വെട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിർബന്ധിത സാഹചര്യം, നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട്. ഈ 3 കാര്യം ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോക്കൂ, ഇനി ആരെങ്കിലും അബദ്ധത്തിൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ വധിച്ചു കളഞ്ഞാലോ, അല്ലെങ്കിൽ അയാളുടെ മരണത്തിനിടയാകുന്ന എന്തെങ്കിലും അയാളിൽ നിന്ന് അബദ്ധപൂർവം സംഭവിച്ചാലോ, ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിലൊക്കെ വിടും, ഹണ്ടിങ്ങിലൊക്കെ അത് വരും, ഡ്രൈവിങ്ങിൽ സംഭവിക്കും അല്ലേ? ഡ്രൈവിങ്ങിൽ അറിയാതെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി നമ്മുടെ കൈ മുഖേന വേറൊരാൾ മരണപ്പെടുന്ന സ്ഥലം, അതൊക്കെ അബദ്ധമാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പരിഹാരം അതാണ് പറയുന്നത്. വമൻ ഖതല മുഅ്മിനൻ ഖത്അ, ആരെങ്കിലും അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ വധിച്ചു കളയുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നോ? ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, വിശ്വാസമുള്ള ഒരു അടിമയെ മോചിപ്പിക്കണം. റഖബത്തുൻ മുഅ്മിന, റഖബ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ മുഅ്മിനത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഒരാളാണ് മരിക്കുന്നെങ്കിൽ ആണായ ഒരു അടിമയെ തന്നെ ആയിരിക്കണം മോചിപ്പിക്കേണ്ടത്. അങ്ങനെ ഫതഹരീർ, അപ്പോൾ മോചിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് റഖബ മുഅ്മിന. നമുക്ക് പ്രായശ്ചിത്തമായി ഇസ്ലാം നിശ്ചയിക്കുന്ന കാര്യം ഒക്കെ തന്നെ അടിമ മോചനമാണ്. അപ്പോൾ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല, അടിമത്വത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ വരെ ഇസ്ലാം ചെയ്യുന്നത്. അടിമത്തമല്ല കണ്ടോ? ഇല്ല. എവിടെയെങ്കിലുമൊക്കെ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുകയാണെങ്കിൽ തന്നെ ആ അടിമത്ത സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തുകയും
അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ഈ പ്രായശ്ചിത്തത്തിന് ഇസ്ലാം വെക്കുന്ന ഒന്നാമത്തെ പ്രയോറിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫതഹ്രീറു റഖബ മുഅ്മിന. അതേപോലെ തന്നെ അത് മാത്രം പോരാ, വദിയത്തുൻ, നഷ്ടപരിഹാരവും നൽകണം. ദിയ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം, ബ്ലഡ് മണി കൊടുക്കണം. ഈ കൊല്ലപ്പെട്ടവൻ എന്ത് ചെയ്യണം? അത് അവരുടെ കുടുംബത്തിനാണ് കൊടുക്കേണ്ടത്, കൊല്ലപ്പെട്ടവൻ്റെ അവകാശികൾക്ക്. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ അവകാശികൾക്ക് എത്തിച്ചേരുന്ന നഷ്ടപരിഹാരവും അവൻ നൽകേണ്ടതാണ്. ഇങ്ങനെ പഴവ് പറ്റിയാൽ, എങ്ങനെയായാൽ ഒഴികെ, ഇല്ലാ അൻ യസ്സദ്ദഖൂ, ഇല്ലാ അൻ യസ്സദ്ദഖൂ, അവർ എന്ന് പറഞ്ഞാൽ ആ അവകാശികൾ, ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ, ബന്ധുക്കൾ അവന് ഉദാരമായി സ്വതക്കയായി അത് വിട്ടുകൊടുത്താലല്ലാതെ. അത് മനുഷ്യനല്ലേ, പിഴവ് പറ്റിയല്ലേ, കരുതിക്കുട്ടി ചെയ്തതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണ്ട? അതിന് നഷ്ടപരിഹാരം വേണ്ട, അതിൻ്റെ ദിയത്ത് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താലല്ലാതെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് നിങ്ങളത് കൊടുക്കണം. ഇനി മുസ്ലിം അല്ല എന്ന് വിചാരിക്കുക, വധിക്കപ്പെട്ട ആൾ. ഇതിപ്പം വധിക്കപ്പെട്ട ആൾ മുസ്ലിം ആണെങ്കിൽ ഉള്ള സംഗതിയാണ് പറയുന്നത്. നേരെ മറിച്ചുണ്ടാകുമല്ലോ. ഫഇൻ കാന മിൻ ഖൗമിൻ അദുവ്വിൻ ലക്കും, ഇനി ഈ വധിക്കപ്പെട്ട വ്യക്തി മഖ്തൂല് അത് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നുള്ള, ശത്രുജനതയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, വഹുവ മുഅ്മിൻ, അവൻ എന്ന് പറഞ്ഞാൽ ഖാത്തിൽ, ഈ കൊന്ന വ്യക്തി ആരുടെ കൈക്കാണോ വധിക്കപ്പെട്ടിട്ടുള്ളത് അവൻ വിശ്വാസിയാണ്, കൊല്ലപ്പെട്ട ആളോ അവിശ്വാസിയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിന, അപ്പോഴും വിശ്വാസമുള്ള ഒരു അടിമയെ, വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കണം. അവിടെ ദിയത്തില്ല, ദിയത്ത് ബ്ലഡ് മണി എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല, അടിമയെ മോചിപ്പിച്ചാൽ മതി. ഇനി മൂന്നാമത്തേത്, വഇൻ കാന മിൻ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, ഇനി വധിക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെയും ഇടയിൽ മീസാഖ് ഉണ്ട് എങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരാറിലും ഉടമ്പടിയിലും സഖ്യത്തിലുമായി കഴിയുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആളാണ് മരണപ്പെട്ടത് എങ്കിൽ, നിങ്ങളുമായി സന്ധിയിലാണ്, സഖ്യത്തിലാണ്, കരാറിലേർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സഖ്യകക്ഷികളാണ്, ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മരണപ്പെടുകയെങ്കിൽ എന്ത് ചെയ്യണം? ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, അവ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രായശ്ചിത്തം അതിന് നൽകണം. ദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, തങ്ങളുടെ കുടുംബങ്ങൾക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള നഷ്ടപരിഹാരം നൽകണം. അതേപോലെ തന്നെ വതഹ്രീറു റഖബത്തിൻ മുഅ്മിന, വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്യണം. ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും ഒരേ പ്രായശ്ചിത്തമാണ് അല്ലേ? ആദ്യത്തേതും അവസാനത്തേതും ഒരേ. അപ്പോൾ നമ്മൾ സഖ്യത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് പ്രായശ്ചിത്തം കൂടി, നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ സഖ്യത്തിന്, അല്ല കരാറിന്, ഉടമ്പടിക്ക് അത്തരം ജനവിഭാഗങ്ങൾക്ക് ഇസ്ലാം നല്ല പരിഗണന നൽകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. പണം എല്ലാവർക്കേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ബ്ലഡ് മണി കൊടുക്കാൻ കഴിയും. ഇൻഷൂർ അതൊരു ആധുനിക പ്രശ്നമാണ് കേട്ടോ, ഗവേഷണാത്മകമായ പ്രശ്നമാണ്. അതെ, അടിമല്ലെങ്കിൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് പഠിച്ചോൻ്റെ നിയമമല്ലേ. എല്ലാ കാലത്തും അടിമത്ത സമ്പ്രദായം നിലനിൽക്കണം എന്നല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അടിമകളില്ലാതെയാകണം. ഇപ്പോൾ പഠിച്ചോനെ അറിയാലോ,
അന്നൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മാളുകളില്ലേ, പിന്നെ ഏതാണ് ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ, അതേപോലുള്ള മാർക്കറ്റുകളിൽ അടിമനെ വാങ്ങാൻ കിട്ടുമായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ പോകാൻ കിട്ടുമല്ലോ. അപ്പോൾ അതില്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ വരുന്നുണ്ട്. അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ഇത് ഒരു ആധുനിക പ്രശ്നമാണ്, ഇജ്തിഹാദിയായ ഒരു പ്രശ്നമാണ് കേട്ടോ. അവർക്ക് ഇൻഷുർ കിട്ടുകയാണെങ്കിൽ പിന്നെ മറ്റത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇസ്ലാമിൻ്റെ ഒരു നിയമം, പഠിച്ചവൻ നിശ്ചയിച്ചിട്ടുള്ളൊരു നിയമമാണ്. നമ്മൾ അതിൽ പാലിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. അപ്പോൾ നോക്കൂ, അപ്പോൾ നഫൽജി നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി ഫമല്ലം യജിദ്, ഇങ്ങനെ ഒരാൾക്ക് അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫമല്ലം യജിദ് എന്ത് ചെയ്യണം? ഫസ്വിയാമു ഷഹ്റൈനി മുതതാബിഈൻ, തുടർച്ചയായി 2 മാസം നോമ്പ് നോക്കണം. അത് വളരെ എളുപ്പമാണ്. 2 മാസം എന്ത് ചെയ്യുക? നോമ്പ് നോക്കുക. അത് പിന്നെ പഠിച്ചൊരു സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അറബി മാസം നോറ്റാൽ മതി, 2 ദിവസം ആദായം കിട്ടിക്കോളും. ഫെബ്രുവരി നോക്കരുത് കേട്ടോ. അപ്പോൾ തുടർച്ചയായി 2 മാസം നോമ്പ് കൊടുക്കുക. നോമ്പ് നോറ്റിങ്ങനെ തുടങ്ങിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ മിസ്സായാൽ പിന്നെ എന്ത് ചെയ്യണം? ആദ്യം മുതലേ നോക്കുക. അപ്പോൾ ഇതൊരു ത്യാഗം തന്നെയാണ്. തുടർച്ചയായി ഒരു ദിവസം വിട്ടുപോകാതെ 2 മാസം അവൻ നോമ്പ് നോറ്റ് വീട്ടണം. ഒരു സ്ത്രീയാണ് നോമ്പ് നോൽക്കണമെന്ന് വിചാരിക്കുക. അവർക്ക് അവരുടേതായ പിന്നെ ടൈം ബ്രേക്ക് വരികയാണെങ്കിൽ അതിനെന്തില്ല, കുഴപ്പമില്ല. പഠിച്ചവൻ്റെ തീരുമാനങ്ങളും നിശ്ചയങ്ങളുമാണ്. നമ്മളെ തീരുമാനങ്ങളും നിശ്ചയങ്ങളും അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല എന്നുള്ളത് ഉള്ളൂ. അങ്ങനെയുള്ളൊരു ബ്രേക്ക് പറ്റൂല. അതാണ് മുത്തതാബിഈനി എന്ന് പ്രത്യേകം പറഞ്ഞത്. ഷഹ്റൈനി മുത്തതാബിഈ. ഇതേ ഒരു പിന്നെ ഫിദിയ പ്രായശ്ചിത്തം വേറൊരു കേസിലും കൂടിയുണ്ട്. അതേതാ കേസ്? വക്തത്വം ലംഘിച്ചാൽ 3 ദിവസം നോമ്പ് പറ്റാണ് കേട്ടോ. ഒരാൾ വാഗ്ദാനം ചെയ്തത് ലംഘിക്കുകയാണെങ്കിൽ 3 ദിവസം. എന്താണ്, ഏത് കേസ് അറിയാം? ഇതേ കേസ്. 2 മാസം തുടർച്ചയായി ഒരാൾ നോമ്പ് നോൽക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? നോമ്പിൻ്റെ പകൽ വേളയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ, നോമ്പ് കാലത്ത് പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ, ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും, നോമ്പ് കാലത്ത് രാത്രികാലങ്ങളിൽ നിങ്ങളുടെ സ്ത്രീകളുമായി ഇണചേരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നോമ്പ് കാലത്ത് പകലിൽ, റമദാനിൽ പകലിൽ ആരെങ്കിലും ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തുടർച്ചയായി 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം. അതിലും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ലിഹാറിൽ വരുന്നുണ്ട്. അതെ അറിയാൻ വേണ്ടി എന്തൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നോമ്പ് നോറ്റിട്ട് അതെ റംസാനാണ് ശരിക്ക് ഫറള് നോമ്പ് തന്നെയാണ്. അതെ, ഇപ്പം സുന്നത്തായ നോമ്പ് ഒരാൾ നോറ്റു എന്ന് വിചാരിക്കുക. സുന്നത്തായൊരു നോമ്പ് ഒരാൾ നോറ്റു എന്ന് വിചാരിക്കുക. അതൊക്കെ അപ്പോൾ അങ്ങനെ അവറാക്കാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി. നിങ്ങൾ അവറാക്കാൻ്റെ വീട്ടിൽ വിരുന്ന് പോയി. അവിടെ എന്തോ കാര്യമായിട്ട് പാർട്ടി നടക്കുകയാണ്. വെറുതെ ഒന്ന് കാണാൻ ചെന്നപ്പോഴാണ് എന്ത് ചെയ്ത് ഗംഭീര പാർട്ടി നടക്കുന്നു. അപ്പോൾ അവറാക്കങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോമ്പുകാരനാണെന്ന്. നിങ്ങൾക്ക് നോമ്പില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ വിരുന്ന് സുന്നത്ത് നോമ്പ് കേട്ടോ. റമദാൻ മാസത്തിൽ വിരുന്ന് പോയിക്കണ്ട് പകല് നോമ്പ് കണക്ക. അതായത് വരാനും നിൽക്കണ്ട. ആ സമയത്ത് നിങ്ങൾ പാർട്ടി നടത്തണ്ട. അപ്പോൾ ഇതൊക്കെ സുന്നത്തിൻ്റെ കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്ഷണം എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അപ്പോൾ ക്ഷണം സ്വീകരിക്കലും എന്തായി? സുന്നത്തായി. അപ്പോൾ നോമ്പ് മുറിക്കാം എന്നാണ്. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി. ആതിഥേയൻ്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി മുറിച്ചിട്ട് 2 കൂലിയായി. നോമ്പ് നോറ്റ കൂലി കിട്ടി. നിങ്ങൾക്ക് എന്ത് ചെയ്തു? ക്ഷണം സ്വീകരിച്ച കൂലി. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ടേ? അല്ലേ? ഓക്കെ. അപ്പോൾ എവിടുന്നാ പോകുന്നത്?
ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ തുടർച്ചയായി എന്ത് ചെയ്യുക? 2 മാസത്തെ നോമ്പ് അനുഷ്ഠിക്കുക. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞത് എന്താണ്? തൗബത്തം. ഇതിൽ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ, ഈ 2 ഓപ്ഷനോട്. തൗബത്തം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പശ്ചാത്താപ മാർഗമാകുന്നു ഇത്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ തൗബ നേടാനുള്ള മാർഗമാണിത്. അള്ളാഹിൻ്റെ പശ്ചാത്താപം നമുക്ക് കിട്ടണ്ടേ? പഠിച്ചോ നമുക്ക് ചെയ്ത ഈ തെറ്റിന് എന്ത് ചെയ്യണം? അവൻ പുറത്തു തരണം. അപ്പോൾ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയും വേണം. അള്ളാഹ് തൗബ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഈ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ തൗബത്തം മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പശ്ചാത്താപത്തിൻ്റെ വഴിയാകുന്നു ഇത്. വകാനല്ലാഹു അലീമൻ ഹകീമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഇസ്ലാം കൃത്യമായി എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. അവിടെയൊക്കെ അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ശരിക്കും തഖ്വ. ഇനി നോക്കൂ, ഇതൊന്നുമില്ലാതെ പഴവിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞ്, ഖത്തവിൻ്റെ കാര്യമില്ല പറഞ്ഞ്, ഇനി കരുതി കുട്ടിയാണ് ഒരാൾ വധിക്കുന്നതെങ്കിൽ, അതൊക്കെയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവനാണ് ഇപ്പോൾ തീരെ വിലയില്ലാതെ ആയി പോകുന്നത് അല്ലേ? അള്ളാഹ് പറയുന്നത് ഇനി മനഃപൂർവ്വം, മുത്തഅമ്മിദ് എന്ന് പറഞ്ഞാൽ എന്താ? കരുതിക്കൂട്ടി, മനഃപൂർവ്വം. മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരാൾ ഒരു വിശ്വാസിയെ വധിച്ചു കളയുകയാണെങ്കിൽ പിന്നെന്താ അതിനുള്ള പ്രതിഫലം? ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, ഫജസാഉഹു ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാകുന്നു അവൻ്റെ പ്രതിഫലം. ഖാലിദൻ ഫീഹാ, അവൻ അതിൽ കാലാകാലം കഴിഞ്ഞുകൂടേണ്ടി വരും. വഗളിബല്ലാഹു അലൈഹി, അത്തരക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചിരിക്കുന്നു. വലഅനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിച്ചിരിക്കുന്നു. വഅദ്ദ ലഹു, അല്ലാഹു അവനെ ഒരുക്കി വച്ചിരിക്കുന്നു. എന്ത്? അദാബൻ അദീമാ, കനത്ത ശിക്ഷ, കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു ദംബിൻ അസല്ലാഹു അൻ യഗ്ഫിറ ഇല്ല റജുൽ യമൂതു കാഫിറ, എല്ലാ പാപങ്ങളും ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം, ഈ കാര്യം ഒഴികെ. ഇല്ല റജുൽ യമൂതു കാഫിറ, ഒരാൾ അവിശ്വാസിയായി മരണപ്പെടുകയാണെങ്കിൽ അതിന് പിന്നെ എന്തുണ്ടില്ല? കോംപ്രമൈസ് ഇല്ല, പഠിച്ചവൻ പുറത്തു കൊടുക്കൂല. അല്ലെങ്കിലോ അവിർ റജുൽ യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദ, അല്ലെങ്കിൽ ഒരാൾ ഒരു വിശ്വാസിയെ മനഃപൂർവ്വം വധിച്ചു കളയുന്നു. അഖ്റജൽ ബൈഹഖി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അതുപോലെ റസൂലുള്ളാഹി പറയൂല സവാലുദ്ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവ് അതിലുള്ളത് മുഴുവൻ ഇവിടെ നിന്ന് ഇല്ലാതായി നീങ്ങിപ്പോകുന്നതാണ് അഹ്വനു ഇൻദല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും നിസ്സാരമായിട്ടുള്ളത് മിൻ ഖത്ലി മുഅ്മിനിൻ, ഒരു വിശ്വാസിയെ വധിച്ചു കളയുന്നതിനേക്കാൾ. കേട്ടോ, വലോ അന്ന അഹ്ലുസ് സമാവാതി വഅഹ്ലു അർളിഹി ഇഷ്തറകൂ ഫീ ദമി മുഅ്മിനിൻ ലഅദ്ഖലഹുമുല്ലാഹു തആല അന്നാർ, ഈ ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളും ഒരു വിശ്വാസിയുടെ ജീവൻ ഹനിക്കുന്നതിൽ പങ്കാളികളാവുകയാണെങ്കിൽ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിക്ഷിക്കുകയും നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത്ര
കഠോരമായ ഒരു പാതകമായിക്കൊണ്ടാണ് മനുഷ്യവധം, മനുഷ്യരെ വധിച്ചു കളയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നു. അതേപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വ്യക്തിയെ വധിച്ചു കളയുകയാണെങ്കിൽ ആരെ പോലെയാണ്? കഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നിങ്ങൾ വധിച്ചു കളയുന്നതിനെ പോലെയാണ്. ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാലോ, ജീവൻ നൽകാൻ നമുക്ക് കഴിയുമോ? ജീവൻ നൽകാൻ കഴിയുമോ? പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലേ? ഒരാളിപ്പോൾ ഒരു വെള്ളത്തിലൊരു ജലാശയത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുകയാണെന്ന് വിചാരിക്കുകയാണ്. അയാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ലേ? ചാടിയിട്ട് എന്ത് ചെയ്യണം? അയാളെ പിടിച്ച് രക്ഷപ്പെടുത്തണം. ഇവിടെ നമ്മുടെ ഇവിടെ അല്ല, ഈ ഡ്രെയിനേജിൽ ഒരാൾ മരണപ്പെട്ടത് ഏത് റോഡാണത്? RM റോഡിൽ അല്ലേ? അവിടെ ആ ജംഗ്ഷനിലല്ലേ അയാൾ എന്തിനു വേണ്ടിയാണ് അയാൾ അത് ചെയ്തത്? അതിൻ്റെ ഉള്ളിലുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതാണ്. അയാൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാളുടെ ജീവൻ തന്നെ എന്ത് ചെയ്തു? തൃണവൽക്കരിച്ചുകൊണ്ട് അതിന് സന്നദ്ധനായി. അതൊക്കെ വലിയ ത്യാഗം തന്നെയാണ്. അങ്ങനെ ഒരാളെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നടത്തിയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ നൽകുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് മരണത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു രോഗിയെ എന്ത് ചെയ്യാൻ കഴിയും? രക്ഷപ്പെടുത്താൻ കഴിയും. പഠിച്ചവൻ്റെ കലാവിലുണ്ടാവും ആ പ്രവർത്തനം. അപ്പോൾ വലിയ സംഗതിയാണ്. നമ്മളിപ്പോൾ ഈ ജീവകാരുണ്യ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ആ നല്ല നെയ്യത്തോടു കൂടിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹമായ പ്രതിഫലം നമുക്ക് നൽകും. അങ്ങനെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള അബദ്ധങ്ങൾ നിൻ്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങൾക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കച്ചവടങ്ങളിലും ജീവിത വ്യവഹാരങ്ങളിലും ജീവിതായോധന മാർഗങ്ങളിലും ഞങ്ങൾക്ക് ബർക്കത്തും നിഅമത്തും നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ സാമ്പത്തികമായ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് നീ കരകയറ്റണമേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ്സിന്